കേടിൻ്റെ പണി കൊടുത്ത് ബിഗ് ബോസ്. ജിസേലിൻ്റെ കോസ്മെറ്റിക് സാധനങ്ങളും ഡ്രസ്സും എല്ലാം ബിഗ് ബോസ് തിരിച്ചെടുത്തിരിക്കുകയാണ്. ഒന്നാമത് ജിസേലിൻ്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് മേക്കപ്പ് സാധനങ്ങളും നല്ല ഡ്രസ്സും ഒന്നും ഇല്ലാണ്ട് ജിസേലിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇന്നലത്തെ ഒരു ടാസ്കിൽ എല്ലാവർക്കും ബാഡ്ജ് ഉണ്ടായിരുന്നൊരു 3 പേരുണ്ടായിരുന്നല്ലോ. അവരെല്ലാവരും അവരുടെ ബാഡ്ജ്, അതായത് അവരുടെ ബാഡ്ജ് വേണം എന്നുള്ള കാര്യത്തിൽ അവരുടേതായ കാര്യങ്ങൾ പറയുക. എതിര് നിൽക്കുന്ന കുറച്ച് പേര്, അതായത് ഓരോരുത്തരും അവരെ എതിർത്ത് മത്സരിക്കുക എന്നുള്ളതാണ്. അവർക്ക് ആ ബാഡ്ജ് വേണം എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ ഒരു സംവാദമാണ് ഇന്നലെ ബിഗ് ബോസ് കൊണ്ടുവന്നത്. ഈ സംവാദത്തിൽ ജയിക്കുന്നവർക്ക് ഇനി ബാഡ്ജ് മുന്നോട്ട് കൈവശം വയ്ക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതായിരുന്നു. അപ്പോൾ ജിസേലിനെതിരായിട്ട് നിവിനാണ് ഇന്നലെ മത്സരിച്ചത്. പിന്നെ ആര്യനെതിരായിട്ട് നമ്മുടെ ഒണിയിലും പിന്നെ ആദില നൂറ ദമ്പതികൾക്കെതിരായിട്ട് സരികയും മത്സരിച്ചു. ശാരികയും മത്സരിച്ചു. ഇവർ മത്സരത്തിൽ ജിസേൽ മലയാളം അത്ര നല്ല ഫ്ലുവൻ്റായിട്ട് പറയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ജിസേലിന് ആ സംവാദം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വളരെ കുറച്ച് മാത്രമാണ് ജിസേൽ സംസാരിച്ചത്. പിന്നെ എതിർത്ത് സംസാരിച്ച നെവിനാണെങ്കിൽ നെവിന് ഈ ഡ്രസ്സിൻ്റെ ആവശ്യകത വളരെയായിട്ടുണ്ട്. ഞാനൊരു ഫാഷൻ കൊറിയോഗ്രാഫറാണ്, എനിക്ക് നല്ല ഡ്രസ്സ് ഇട്ടേ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ആര്യൻ്റെ ബാഡ്ജ് പോലും കട്ടെടുത്തതെന്ന് നെവിൻ സമ്മതിക്കുന്നുണ്ട്. ബാഡ്ജ് പക്ഷേ തിരിച്ചു കൊടുത്തു. ആര്യനോട് കാര്യങ്ങൾ പറഞ്ഞ് നെവിൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ തുടർന്ന് ഈ മത്സരത്തിൽ നമ്മുടെ ജിസേൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. തുടർന്നാണ് ബിഗ് ബോസ് ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്തത്. ആദില നൂറ ശാരിക സംവാദത്തിൽ ആദില നൂറയാണ് ജയിക്കുന്നത്. ആര്യനും ഒണിയിലും തമ്മിൽ നല്ല രീതിയിലുള്ള സംവാദം നടന്നിട്ടുണ്ട്. ഒണിയിലിൻ്റെ പിന്നെ ഞാൻ 20 പേർക്ക് ഞാൻ സ്വന്തമായിട്ടാണ് ഇവിടെ പാചകം ചെയ്യുന്നത്, വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, എൻ്റെ കഴിവ് അത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആര്യൻ തിരിച്ച് ഒണിയിലിൻ്റെ പാചകത്തെ ഞാൻ കുറച്ച് കാണുകയല്ല, പക്ഷേ ആ സമയത്ത് ഞങ്ങൾ വാഷ്റൂം ക്ലീൻ ചെയ്യുന്നവരും അത്രയും നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും, അതായത് ടാസ്കിലാണെങ്കിലും ഞാൻ എൻ്റെ അത്ര എഫേർട്ട് കൊടുക്കുന്നുണ്ടെന്ന് ആര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ബാഡ്ജ് കാണാതെ പോയപ്പോൾ പോലും ഞാൻ ഈ വീട്ടിൽ ഇനി ഇത് നോക്കാൻ ഒരു സ്ഥലവും മിച്ചമില്ല, അത്രയും നല്ല രീതിയിൽ ഞാനത് സെർച്ച് ചെയ്തിട്ടുണ്ട്, അത്രത്തോളം പ്രാധാന്യം ഞാൻ ഈ ബാഡ്ജിന് കൊടുക്കുന്നുണ്ട് എന്ന് ആര്യൻ പറയുന്നുണ്ട്. അങ്ങനെ ആര്യനാണ് അതിൽ വിൻ ചെയ്തത്. അപ്പോൾ ബാഡ്ജ് കിട്ടാത്തത് കൊണ്ട് പിന്നെ നമ്മുടെ ജിസേൽ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്നുണ്ട്. പിന്നെ ജിസേലിന് ആരും വോട്ട് ചെയ്തില്ല, കാരണം ജിസേലിന് മലയാളം അറിയാത്തത് കൊണ്ട് എല്ലാവർക്കും എന്നോട് കുശുമ്പാണ്. ഞാനിങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് നടക്കുന്നതിലുള്ള കുശുമ്പാണ്. അതുകൊണ്ട് എനിക്ക് മലയാളം അറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹിന്ദി അറിയാമോ, എന്നോട് ഹിന്ദിയിൽ സംസാരിക്കാൻ പറ്റുമോ, ഞാൻ സംസാരിക്കുന്ന പോലെ ഹിന്ദി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളായിരുന്നു ജിസേലിൻ്റെ ചോദ്യം. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇത് ഹിന്ദി ബിഗ് ബോസ് അല്ല, മലയാളം ബിഗ് ബോസ് ആണ്, മലയാളം അറിയില്ല എന്നുള്ളത്. മലയാളം അത്യാവശ്യം ജിസേൽ പറയുന്നുണ്ടല്ലോ, പിന്നെ സമ്മതിച്ച് നിൽക്കാനുള്ളൊരു കഴിവില്ല എന്നുള്ളത് നമുക്കങ്ങനെ പറയും. ഇതൊരു ഗെയിമാണ്, നമ്മൾ ആ ഗെയിം സ്പിരിറ്റിൽ തന്നെ എടുക്കണം. ജിസേൽ അത് ഒത്തിരി നേരം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ജിസേലിന് ഈ മേക്കപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ജിസേലിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഒത്തിരി നേരം അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നെവിനുമായിട്ട് സംസാരിക്കാൻ നെവിൻ അറിയാതെ ജിസേലിൻ്റെ പേര് മിഷേൽ എന്ന് വിളിക്കുന്നുണ്ട്. നേരെ തിരിച്ച് പിന്നെ നെവിനെ ജിസേൽ നിൻ്റെ പേര് കുവിൻ എന്നാണോ, ഞാൻ കുവിൻ എന്ന് വിളിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആകെ വയലൻ്റായ ഒരു മൂഡിലായിരുന്നു ഇന്നലത്തെ ജിസേലിൻ്റെ അവസ്ഥ. എന്തായാലും അതിനുശേഷവും ജിസേൽ കയ്യിലുണ്ടായിരുന്ന നല്ല ഡ്രസ്സ് ഇട്ട് മേക്കപ്പൊക്കെ ചെയ്തിരിക്കുമ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഡ്രസ്സ് തിരിച്ച് തന്നില്ല, ഇത് എല്ലാം തിരിച്ച് തരണം എന്നാണല്ലോ പറഞ്ഞിരുന്നത്, അത് സമയം കിട്ടിയില്ല എന്നൊക്കെയാണ് ജിസേൽ പറയുന്നത്. അങ്ങനെ വാൺ ചെയ്തിട്ടുണ്ട് ജിസേലിനെ. അത് കഴിഞ്ഞിട്ട് രേണു സുധിയുടെ കഴിഞ്ഞ ദിവസത്തെ സെപ്റ്റിക് ടാങ്ക് പ്രയോഗത്തെ അതിനെക്കുറിച്ചിട്ടായിരുന്നു സംസാരം. അതിൽ അക്ബർ ശരിക്കും പറഞ്ഞാൽ സോറി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ രേണു അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നതും ചെയ്യാത്തതും രേണുവിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ രേണു പറയുന്നുണ്ട് വിധവാ കാർഡ് ഇറക്കുകയാണ് ഇപ്പോൾ രേണുവിൻ്റെ കളി, വിധവകളെ അധിക്ഷേപിക്കുന്ന രീതിയായി പോയി എന്ന് പറയുന്നത്. അപ്പോൾ അനു അത് തിരുത്തുന്നുണ്ട്, ഇല്ല ഒരിക്കലും അങ്ങനെയല്ല, വിധവകളെ പറ്റി ഒരു പരാമർശവും അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഹൗസിലുള്ള മറ്റുള്ളവരും അത് പറയുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഇതിനെ ആ രീതിയിലേക്ക് എടുക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ പുകഞ്ഞക്കുള്ളി പുറത്ത് ടാസ്കിൽ നമ്മുടെ ശൈത്യ ഇന്നലെ ഇവർ ഏകദേശം നേരം വെളുത്ത് കഴിഞ്ഞൊരു സമയത്താണ് നമ്മുടെ അപ്പാനി ഗ്രൂപ്പ് എടുത്തുകൊണ്ട് പോയി റെഡ് സോണിൽ കൊണ്ടുപോയി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു 2 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസത്തിലാണ് ശൈത്യ കണ്ണ് ഉറക്കുന്നത്. വളരെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ ശൈത്യയെ രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ വരുന്നത് പുകഞ്ഞക്കൊള്ളി പുറത്ത് ടാസ്കിൽ തന്നെ ഷാനവാസിൻ്റെ ഒരു
സംസാരം അത് നല്ല ഒരു പ്രശ്നത്തിന് വഴിവെച്ചു. കാരണം ഷാനവാസ് പറയുന്നത്, ഷാനവാസ് മെഡിസിൻ കഴിച്ച് ഉറങ്ങി എന്നാണ് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ടാസ്കിൽ 2 ദിവസവും ഷാനവാസ് ഉറങ്ങിയിട്ടേ ഇല്ല, ഉറക്കം നടിക്കുകയായിരുന്നു. എൻ്റെ അഭിനയമായിരുന്നു അത്. ഞാൻ ബെസ്റ്റ് ആക്ടറാണ്, ഞാൻ സീരിയലിൽ അത്രയും നന്നായി അഭിനയിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ കൂർക്കം വലിച്ചുറങ്ങി, അക്ബറിനോടാണിത് പറയുന്നത്. അക്ബർ പറയുന്നുണ്ട് കൂർക്കം വലിച്ചുറങ്ങുന്നതായിട്ട് അഭിനയിക്കാൻ പറ്റുമോ? അതെ, ഞാൻ നന്നായിട്ട് അഭിനയിച്ചാണ്. അപ്പോൾ അത്രയും നല്ല അഭിനയം, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അപ്പാനിയൊക്കെ നല്ല അഭിനേതാവല്ലേ, നിൻ്റെ അഭിനയം അവർക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, ഞാൻ അഭിനയിക്കുകയായിരുന്നു, അതാണ് എന്നെ എടുക്കാൻ വന്നപ്പോൾ സരിക വന്ന് എടുത്തപ്പോൾ എൻ്റെ തല ഉയർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ അക്ബറിന് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അക്ബർ അത് കൊണ്ട് ചെന്നിട്ട് ഇവരുടെ പുകഞ്ഞക്കൊള്ളി ടാസ്കിലെ ബാക്കി 3 പേരോട് ഈ കാര്യം പറയുന്നുണ്ട്. ഈ കാര്യം പറയുമ്പോൾ RJ ബിൻസിയൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ തന്നെ പ്ലാൻ ചെയ്തതല്ലേ, ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ തന്നെ പ്ലാൻ ചെയ്തതാണ്, 2 പേര് ഉറങ്ങാം, 2 പേര് ഉണർന്നിരിക്കാം, അവർ നമ്മളെ ടീമിനെ തോൽപ്പിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത്. അപ്പോൾ ആ പ്ലാനിങ് ഒക്കെ വെറുതെ ആയിപ്പോയോ? നിങ്ങളൊരു മനുഷ്യത്വമില്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് നേരത്തെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയാമായിരുന്നില്ലേ നിങ്ങൾ അഭിനയിക്കുകയാണെന്നുള്ളത്. അത് ഫസ്റ്റ് ഡേയിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഫസ്റ്റ് ഡേ നിങ്ങൾ എന്നെ ചതിക്കുമോ എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഞാൻ അതുകൊണ്ട് അത്രയും ഉണർന്നിരുന്ന് ചെക്ക് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഡേ ഞാൻ ഉറങ്ങി എന്നാണ് ഷാനവാസ് പറയുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി എന്നും പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി എന്നല്ല, ഞങ്ങളോട് പിന്നെ ഷാനവാസ് പറഞ്ഞു, ഞങ്ങളോട് അങ്ങനെ പറഞ്ഞു, അത് തന്നെ ഇവരോടും പറയണം എന്നായിരുന്നു. ജിസേലാണ് കൂടുതലും ഉറങ്ങാതെ കാവലിരുന്നത്. അപ്പോൾ ജിസേൽ എന്താ പൊട്ടിയാണോ എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലൊരു തർക്കം നടന്നു. പിന്നെ വന്നത് വീക്ക്ലി ടാസ്ക്കാണ്. വീക്ക്ലി ടാസ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന ഭാഗ്യത്തിൻ്റെ പണിപ്പുര തന്നെ കണ്ടിന്യൂ ചെയ്തു. അതിനകത്ത് വീണ്ടും കുറച്ചുകൂടെ ഒരു പിന്നെ കോയിൻസ് കൂടുതൽ കൊണ്ട്, അതായത് റെഡ് കോയിൻ മാത്രമുള്ളൊരു ഒരു മത്സരമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. അത് കുറച്ചുകൂടെ വലിയൊരു പെട്ടിയിൽ ഗാർഡൻ ഏരിയയിൽ റെഡ് കോയിൻ വെച്ചിട്ട് ഓരോ ഭാഗത്തും ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ കൈയിട്ട് നമുക്ക് പറ്റുന്നതിൻ്റെ അത്രയും മാക്സിമം എന്തെടുക്കാം, ഈ റെഡ് കോയിൻ എടുക്കുക എന്നുള്ളതായിരുന്നു. അതിൽ കോയിൻ നേരത്തെ കയ്യിലുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് മത്സരിക്കേണ്ടത്. അങ്ങനെ നേരത്തെ കോയിൻ കയ്യിലുണ്ടായിരുന്നത് പറഞ്ഞപ്പോൾ നെവിൻ കൈപൊക്കി. പക്ഷേ നെവിൻ അത് മോഷ്ടിച്ചെടുത്തതാണ് എന്നുള്ളത് കൊണ്ട് നെവിന് പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നെ നെവിൻ അത് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ബാക്കിയുള്ളതിൽ അക്ബറിൻ്റെ കയ്യിൽ കോയിൻ ഉള്ളത് കൊണ്ട് അക്ബറാണ് ഏറ്റവും കൂടുതൽ കോയിൻ നേടിയത് ഈ മത്സരത്തിൽ. അപ്പോൾ അക്ബറിന് 1ാം സ്ഥാനത്തെത്തി, അഭിലാഷ് 2ാം സ്ഥാനത്തായിരുന്നു. പിന്നെ നമ്മുടെ ഷാനവാസിൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഗോൾഡ് കോയിൻ ഉള്ളത് കൊണ്ട് ഷാനവാസിന് ഒരാളെ കൂടെ പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുക്കാം. ഇത്തവണ ആര്യനെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ആര്യനും അതായത് ആര്യനും കൂടി ഗോൾഡ് കോയിൻ അല്ല, മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ അക്ബറിനും ആര്യനും ചേർന്ന്, അക്ബറിനല്ല ഷാനവാസിനും ആര്യനും ചേർന്ന് കളിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷേ വിൻ ചെയ്തത് അക്ബറും 2ാം സ്ഥാനം അഭിക്കുമായിരുന്നു. അപ്പോൾ ഇത്തവണ ഒരു ഡെസ്റ്റിനി കോയിനും കൂടെ കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ്. അപ്പോൾ അത് സ്റ്റോർ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഒരു ഗോൾഡ് കോയിനും ഒരു ഡെസ്റ്റിനി കോയിനും. അപ്പോൾ അക്ബറിന് ഇഷ്ടമുള്ള കോയിൻ പിന്നെ അഭിക്ക് കൊടുക്കാം, 2ാം സ്ഥാനക്കാരനായ അഭിക്ക് കൊടുക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ അക്ബർ ഇത്തവണ ഗോൾഡ് കോയിൻ പിന്നെ നമ്മുടെ അഭിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ ഗോൾഡ് കോയിൻ കിട്ടി അക്ബറിന് പണി മേടിച്ചത് കൊണ്ടായിരിക്കാം ഇത്തവണ ഗോൾഡ് കോയിൻ അഭിക്ക് കൊടുത്തു. അപ്പോൾ ഗോൾഡ് കോയിൻ അഭിക്ക് കൊടുത്തിട്ട് ഡെസ്റ്റിനി കോയിൻ കിട്ടിയ അക്ബറിന് ഒരു സൂപ്പർ പവർ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഈ പുകഞ്ഞകൊള്ളി പുറത്ത് ടാസ്കിൽ 4 പേരുണ്ടല്ലോ, ആ 4 പേരിൽ ഒരാളെ വീടിനകത്തേക്കാക്കാം, എന്നിട്ട് വീടിനകത്തുള്ള ഒരാളെ അക്ബറിന് പുറത്തും കൊണ്ടുവരാം. ഇതായിരുന്നു ആ ടാസ്ക്. അപ്പോൾ അതിനകത്ത് പിന്നെ അക്ബർ ഷാനവാസിൻ്റെ പേരാണ് പറഞ്ഞത്. ഷാനവാസിനെ വീടിനുള്ളിലേക്കാക്കിയിട്ട് നമ്മുടെ മുൻഷി രഞ്ജിത്ത് ചേട്ടനെ പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ ഷാനവാസ് വീടിനുള്ളിലാവുകയും മുൻഷി ചേട്ടൻ പുറത്തു പോവുകയാണ് ചെയ്തത്. ബാക്കി 3 പേരും അതുപോലെ തന്നെ നിലനിൽക്കും. പിന്നെ നമ്മുടെ ഷാനവാസിൻ്റെ കയ്യിൽ ഗോൾഡ് കോയിൻ ഉള്ളത് കൊണ്ട് നമ്മൾ ആര്യനെയും കൂടി പാർട്ട്ണറാക്കിയിരുന്നല്ലോ. അവർ വിജയിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ഒരു ശിക്ഷയുണ്ട്. അത് അഭിക്ക് കൊടുക്കാം. അഭിയാണ് ആ ശിക്ഷ പ്രഖ്യാപിക്കേണ്ടത്. അപ്പോൾ അഭി പറഞ്ഞത് ഓക്കെ, ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാളെ നോമിനേറ്റ് ചെയ്യണമെന്നുള്ളതാണ് രീതി. അപ്പോൾ അഭി ആര്യനും ഷാനവാസിനെയാണ് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഷാനവാസ് ഇപ്പോൾ ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കളിയിൽ ഇപ്പോൾ എല്ലാവരും വളരെ എന്താ പറയുക, വളരെ ബുദ്ധിപൂർവ്വം കളിക്കുന്നുണ്ട്. നന്മമരം കളി ആരുമില്ല. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ പലരും നന്മമരം കളിക്കുന്നുണ്ട്. എൻ്റെ കോയിൻ എന്നാൽ നീ എടുത്തോ, അല്ലെങ്കിൽ ഇത് നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അതെൻ്റെ എൻ്റെ മറ്റുള്ളവരോടുള്ള കരുണയും ദയയൊക്കെ നിങ്ങൾ കണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടി കളിക്കുന്ന രീതിക്ക് കളിച്ച ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. എല്ലാവരും അവരെങ്ങനെയാണോ, ഇനി അതിലും കുറച്ചുകൂടെ ക്രൂക്കഡാകാമോ. എസ്പെഷ്യലി ഷാനവാസ് ഇതിനകത്ത് ഒത്തിരി നെഗറ്റീവ് കളി കളിക്കുന്നുണ്ട്. ഷാനവാസ് നെഗറ്റീവായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മറ്റുള്ളവരെ ചൊറിയുകയും കള്ളം പറയുകയും അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് അടിച്ചിട്ട് ഒരു നെഗറ്റീവ് ഇമേജിൽ കൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്.
ബാക്കിയുള്ളവരെല്ലാവരും വളരെ ബുദ്ധിപരമായി തന്നെയാണ് കളിക്കുന്നത്. എടുത്തു പറയാനാണെങ്കിൽ അക്ബറൊക്കെ ഭയങ്കര ക്രൂക്കഡായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നല്ലൊരു കളി തന്നെ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കും.